നമ്മൾ ദൈവവചനം എത്ര പ്രാവശ്യം കേൾക്കാറുണ്ട്? ഞായറാഴ്ച സഭയിൽ കേൾക്കും, വീട്ടിൽ വേദപുസ്തകം വായിക്കുമ്പോൾ, യൂട്യൂബിൽ പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വാട്സാപ്പിൽ നമുക്ക് ഒത്തിരി ഫോർവേഡോ അല്ലെങ്കിൽ ഷെയർഡ് മെസ്സേജസ് കിട്ടും, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. കേൾക്കാനുള്ള അവസരങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷെ ഒരു ചോദ്യമാണ്, കേൾക്കുന്ന ഓരോ സന്ദേശവും നമ്മുടെ ജീവിതം മാറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിതം മാറ്റുന്നുണ്ടോ? വർഷങ്ങളായി സഭയിൽ പോകുന്നവരുണ്ട്, എന്നാൽ കോപം മാറുന്നില്ല, അവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥനയിൽ വളർച്ചയില്ല, വചനത്തോടുള്ള വിശപ്പുമില്ല. എന്താണ് കാരണം? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. എന്താ കാര്യം? എന്താ പ്രശ്നം? ഇതിനുള്ള ഉത്തരം യേശു തന്നെയാണ് നമുക്ക് നൽകുന്നത്. യേശു വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തില് വിതയ്ക്കുന്നവന്റെ ഉപമ. ആ ഉപമയിൽ 4 നിലങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഉപമയിൽ ഒരു കാര്യം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. വിത്ത് നല്ലതാണ്, വിതയ്ക്കുന്നവനും നല്ലവനാണ്. പക്ഷെ 4 നിലങ്ങളും 4 ഫലമാണ് കായ്ക്കുന്നത്. അതായത് പ്രശ്നം വചനത്തിലല്ല, പ്രശ്നം കേൾക്കുന്ന ഹൃദയങ്ങളിലാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത് 13-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, വണ്ണം വെച്ചിരിക്കുക. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവൃത്തി വരുന്നു. ഇതിന്റെ സാരാംശം നമ്മൾ പറയുകയാണെങ്കിൽ, കേട്ടിട്ട് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം അവിടെ തന്നെയുണ്ട്. കാരണം ഹൃദയം തയ്യാറായിട്ടില്ല, ഹൃദയം റെഡിയല്ല. ഒരു മഴയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരേ മഴയാ പെയ്യുന്നത്. ഒരു സ്ഥലത്ത് നല്ല നെല്ല് വളരുന്നു, മറ്റൊരു സ്ഥലത്ത് മുള്ളു വളരുകയാണ്, മറ്റൊരിടത്ത് വെള്ളം ഒഴുകിപ്പോകുന്നു. മഴയ്ക്ക് വ്യത്യാസമില്ല കേട്ടോ, മണ്ണിനാണ് വ്യത്യാസം, അല്ലെങ്കിൽ നിലങ്ങൾക്കാണ് വ്യത്യാസം. അതുപോലെ ഒരേ പ്രസംഗം കേട്ട് ഒരാൾ മാനസാന്തരപ്പെടുന്നു, മറ്റൊരാൾ പറയും ഇന്ന് നല്ല പ്രസംഗമല്ലായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. 4 നിലങ്ങൾ, 4 ഹൃദയങ്ങൾ. ആദ്യം യേശു കൊണ്ടുവരുന്ന ഈ ഉപമയിലെ നിലമാണ് വഴി അരികിലെ ഹൃദയം. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. യേശു പിന്നീട് ഇതിന്റെ അർത്ഥം വിശദീകരിക്കുകയാണ്. 19-ാമത്തെ വാക്യത്തിൽ, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്നു, എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ഇതാണ് ആദ്യത്തെ ഹൃദയം, വഴി അരികിലെ ഹൃദയം. വഴി അരികിലെ ഹൃദയം. ഈ മനുഷ്യൻ വചനം കേൾക്കുന്നില്ല എന്നല്ല കേട്ടോ, വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ അത് ഹൃദയത്തിൽ എത്തുന്നില്ല. ഞായറാഴ്ച സഭയിൽ ഇരുന്ന മുഴുവൻ പ്രസംഗവും കേൾക്കും കേട്ടോ, ഒരുപക്ഷെ ആമേൻ എന്നും പറയും. എന്നാൽ സഭ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വചനം കേൾക്കുന്നുണ്ട്, ഫോൺ എടുത്തു നോക്കുമായിരിക്കും. ആരാണ് മെസ്സേജ് അയച്ചത്? ആരാണ് എന്നെ വിളിച്ചത്? ഒരുപക്ഷെ ജോലിയെക്കുറിച്ചായിരിക്കും, വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വചനം മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയാണ്, മറന്നു പോവുകയാണ്. ഞാൻ ചിലപ്പോൾ തമാശയായി ചോദിക്കാറുണ്ട്, ഇന്നത്തെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്പർശിച്ച കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലർ പറയും പ്രസംഗം വളരെ നല്ലതായിരുന്നു പാസ്റ്ററെ. പിന്നെ ചോദിക്കും എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ പറയും അയ്യോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അയ്യോ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ചിരിക്കാം ഇത് കേൾക്കുമ്പോൾ, പക്ഷെ ഇത് വാസ്തവമാണ്. യേശു പറയുന്നത് ഇത് തന്നെയാണ്. വചനം ചെവിയിലെത്തിയെങ്കിലും ഹൃദയത്തിലെത്തിയില്ല. ഹൃദയത്തിലെത്തുന്നില്ല, അത് ചെവിയിലിരിക്കുക. അതുകൊണ്ടാണ് സാത്താൻ അത് എടുത്തുകൊണ്ടുപോകുന്നത്.
ഒരു കൃഷിക്കാരനെ കുറിച്ച് നമ്മൾക്കൊന്ന് ചിന്തിക്കാം. ആ കൃഷിക്കാരന് നെല്ല് വിത്ത് എടുത്ത് ടാറ് ഉള്ള റോഡാ, നല്ല റോഡിലോട്ട് ഇടുക. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കുകയാണ്, ചേട്ടാ നെല്ല് വല്ലതും മുളച്ചോ? അദ്ദേഹം പറയും നമ്മളോട്, റോഡിൽ വിതച്ചാൽ എങ്ങനെ മുളയ്ക്കും? എന്താ കാരണം? വിത്ത് മണ്ണിനുള്ളിലേക്ക് കടന്നില്ല. പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി, കാറ്റ് വന്ന് പോയി. പക്ഷേ അത് ഒരിക്കലും മണ്ണുമായി ചേരാനായില്ല. അതുപോലെയാണ് ദൈവവചനവും. വചനം ചെവിയിൽ കേൾക്കുന്നത് മാത്രം പോരാ. നമ്മൾ കേൾക്കുന്നത് മാത്രം പോരാ, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഒരു ചെറിയ ചോദ്യം, പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എവിടെയാ? ഓ കമോൺ, ഇതൊരു നല്ല ചോദ്യമല്ലേ? നിങ്ങളുടെ മനസ്സ് എവിടെയാ? ശരീരം സഭയിലായിരിക്കും കേട്ടോ, പക്ഷെ മനസ്സ് ഒരുപക്ഷെ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ നാളത്തെ ഒരുപക്ഷെ എന്താ കുക്ക് ചെയ്യേണ്ടതെന്ന് കുറിച്ച് ഓർക്കുകയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കുകയായിരിക്കും. അപ്പോൾ ചെവി കേൾക്കുന്നുണ്ടെങ്കിലും ഹൃദയം കേൾക്കുന്നില്ല. അതാണ് വാസ്തവം. ഹൃദയം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കേട്ടിട്ടും അവർ ഗ്രഹിക്കുന്നില്ല. കേട്ടിട്ടും അവർ ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. രണ്ടാമത്തെ ഭാഗം, പാറനിലത്തിലെ ഹൃദയം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില്, ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി, വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. ഈ മണ്ണ് വഴിയരികിലെ മണ്ണ് പോലെയല്ല കേട്ടോ, ഒരു വ്യത്യാസമുണ്ട് ഇതിന്. ഇവിടെ വിത്ത് മുളയ്ക്കുന്നുണ്ട്. അതായത് ഇവർ വചനം കേൾക്കുകയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഇതില് യേശു തന്നെ ഇതിനെപ്പറ്റി ഇന്റർപ്രിറ്റ് ചെയ്ത് പറയുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞാ പോകുന്നത്, കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. ഒരു ടെമ്പററി ജോയ് അത്. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഇവരെ നമ്മൾ സഭയിൽ പലപ്പോഴും കാണാറുണ്ട്, ഇങ്ങനത്തെ വ്യക്തികൾ. ഒരു സന്ദേശം, ഒരു പ്രസംഗം കേട്ടാൽ കണ്ണങ്ങോട്ട് നിറയും. പ്രാർത്ഥന സമയത്ത് വളരെ വളരെ ഇമോഷണലായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇങ്ങനെയും പറയും, ഇന്നത്തെ പ്രസംഗം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിനുള്ളതായിരുന്നു. എന്നോട് തന്നെയാ ഈ പ്രസംഗം സംസാരിച്ചത്. ദൈവം എന്നോട് തന്നെയാ ഈ പ്രസംഗത്തിൽ കൂടെ പാസ്റ്ററെ സംസാരിച്ചത്. ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. അതിലൊരു തെറ്റുമില്ല കേട്ടോ. ഇത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, ഇതൊന്നും തെറ്റല്ല. പക്ഷേ ദൈവവചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. ഒരു കാര്യം ഓർക്കണം, വികാരം ആത്മീയതയുടെ തെളിവല്ല. വികാരം നല്ലതാണ്, പക്ഷെ വികാരത്തിന് പിന്നാലെ അനുസരണമില്ലെങ്കിൽ ആ മാറ്റം അധികകാലം നിലനിൽക്കത്തില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ മതി, എന്തെങ്കിലും വന്നാല് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങുന്ന വ്യക്തികൾ. എന്താ കാരണമെന്നറിയാമോ? വേര് ആഴത്തിൽ പോയില്ല. നമ്മുടെ വീട്ടിൽ മനോഹരമായ ഒരു ചെടിച്ചട്ടിയുണ്ട്. അതിൽ ഒരു ചെറിയ ചെടി നമ്മൾ നടുകയാണ്. ആദ്യ ദിവസങ്ങളിൽ അത് വളരെ ഭംഗിയായി കാണും. പച്ച ഇലകള്, പുതിയ തളിരുകൾ അങ്ങോട്ട് വരുമായിരിക്കും. എല്ലാവരും പറയും, ആ എന്ത് ബ്യൂട്ടിഫുൾ ആ ഈ ചെടി. പക്ഷെ ആ ചട്ടി വളരെ ചെറുതാ കേട്ടോ. വേരുകൾക്ക് താഴോട്ട് വളരാൻ സ്ഥലമില്ലെന്നകത്ത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വളർച്ച നിൽക്കും, ഇലകൾ വാടാൻ തുടങ്ങും. പ്രശ്നം ചെടിയിലല്ല കേട്ടോ, വേരിന് ആഴം കിട്ടിയിട്ടില്ല അവിടെ. വിശ്വാസവും അങ്ങനെ തന്നെയാണ്. ഞായറാഴ്ചയിലെ പ്രസംഗം മാത്രം മതിയാകത്തില്ല. ഞായറാഴ്ചയിലെ കണ്ണുനീര് തുള്ളി അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ പോരാ. സഭയിലെ വികാരത്തോട് നമ്മൾ ഇമോഷണലായിട്ട് ഇരുന്നാൽ പോരാ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വചനം ധ്യാനിക്കണം. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും അനുസരിക്കണം. അപ്പോഴാണ് വേര് ആഴത്തിൽ പോകുന്നത്.
ഒരു മരം കൊടുങ്കാറ്റിൽ എങ്ങനെ നിലനിൽക്കുന്നെന്ന് അറിയാമോ? അത് ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ടല്ല കേട്ടോ നിൽക്കുന്നത്. അത് ആഴത്തിൽ പോയ വേരുകൾ കാരണമാണ്. അത് റൂട്ട് ഒരിക്കലും നമ്മൾക്ക് കാണുവാൻ സാധിക്കത്തില്ല, പക്ഷെ അതാണ് മരത്തെ നിലനിർത്തുന്നത്. അതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ ശക്തി പുറത്തു കാണുന്ന കാര്യങ്ങളിലല്ല, അവന്റെ രഹസ്യ ജീവിതത്തിലാണ്. എത്ര സമയം ദൈവത്തോടൊപ്പം ദൈവവചനത്തോടൊപ്പം ചെലവഴിക്കുന്നു എന്നാണ് ഇമ്പോർട്ടന്റ് കാര്യം. എത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് വിഷയം. ദൈവത്തെ എത്ര അനുസരിക്കുന്നു എന്നാണ് വിഷയം. അതാണ് ഈ ഭാഗത്തെ വ്യക്തികളുടെ ഇമ്പോർട്ടന്റ് കാര്യം. നമ്മൾക്ക് വികാരങ്ങൾ ഉണ്ടാകാം, പ്രസംഗം കേട്ട് കരയാൻ നമുക്ക്, അതെല്ലാം നല്ലതാ. പക്ഷേ നമ്മൾ ആ സന്ദേശം കേട്ട് എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്നത് എന്ന് ചോദിക്കണം. അനുസരണമില്ലാത്ത വികാരം പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമാകും കേട്ടോ. പക്ഷെ വചനത്തിൽ വേരൂന്നിയ വിശ്വാസം, ഒരു റൂട്ടഡ് ഫെയ്ത്ത്, അതൊരിക്കലും അപ്രൂട്ട് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല. എത്ര പരീക്ഷ വന്നാലും നിലനിൽക്കും. ആ വ്യക്തി പറയും, പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. വേറൊരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്: ക്രിസ്തേശുവിൽ ഞാൻ വസിക്കും, പ്രത്യാശയേകിടും മാർഗമതേ, ശുദ്ധാത്മാവിൽ ഞാൻ വളരും, വിശുദ്ധിയിൽ ഉയരുവാൻ താൻ തുണയ്ക്കും. വികാരം നമ്മെ ഒരു നിമിഷം സ്പർശിക്കുമായിരിക്കും കേട്ടോ. എന്നാൽ വചനത്തിൽ വേരൂന്നിയ ജീവിതമാണ് ജീവിതകാലം മുഴുവൻ നമ്മളെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ആ പാട്ടിന്റെ തന്നെ താഴെയുണ്ട്: നിഷ്ഫലമായൊരു ജീവിത വല്ലി, പുഷ്പിതമായി ഫലമേറ്റവും തിങ്ങി, ക്രിസ്തേശുവിൽ ഞാൻ വസിക്കും, പ്രത്യാശയേകിടും മാർഗമതേ. 3-ാമത്തെ ഭാഗം, മുള്ളുകൾക്കിടയിലെ ഹൃദയം. നമ്മൾ 2 ഭാഗം ചിന്തിച്ചു. 7-ാമത്തെ വാക്യം, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു എന്ന് വെച്ചാൽ ചോക്ഡ്. ഇതിനെപ്പറ്റി യേശു പറയുന്നത് 22-ാമത്തെ വാക്യത്തിൽ: മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി, ഹല്ലേലൂയ, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, നിഷ്ഫലനായി തീരുന്നതാകുന്നു. ഈ മണ്ണ് കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. വിത്ത് മുളച്ചിട്ടുണ്ട് കേട്ടോ, ഇച്ചിരി പ്രോഗ്രസ് ഉണ്ട് ഇതിനകത്ത്, ചെടി വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അതായത് ഈ വ്യക്തി ദൈവവചനം സ്വീകരിച്ചിട്ടുണ്ട്, സഭയിൽ വരുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആത്മീയ വളർച്ച നിൽക്കുകയാണ്. ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്ന ആ പ്രോഗ്രസ് ഒരു ഫുൾ സ്റ്റോപ്പ് ആകുന്നു, ഒരു പക്ഷെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷനിലാകുന്നു. എന്താണ് കാരണം? യേശു പറയുന്നത് മുള്ളുകൾ അതിനെ ഞെരുക്കി. വായിച്ചു കാണുമല്ലോ, അതിനെ ഞെരുക്കി. യേശു പറഞ്ഞില്ല ചെടി ഉണങ്ങിപ്പോയെന്ന്, ഞെരുക്കി എന്നാണ് പറയുന്നത്. അതായത് വചനം ജീവനോടെയുണ്ട് അവിടെ, പക്ഷേ വളരാൻ കഴിയുന്നില്ല, ഫലം കായ്ക്കാൻ കഴിയുന്നില്ല. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഉത്തരവാദിത്വമുള്ളവരാ.
റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഒരുപക്ഷെ ജോലി വേണമായിരിക്കും, നമുക്ക് നല്ല ഇൻകം വേണമായിരിക്കും, പിള്ളേരുടെയൊക്കെ നല്ല പഠിത്തമൊക്കെ നോക്കണമായിരിക്കും, പിന്നെ എക്സ്പെൻസസ് ഒക്കെ നോക്കണമായിരിക്കും, ആരോഗ്യം ശ്രദ്ധിക്കണമായിരിക്കും. ഇതൊന്നും തെറ്റല്ല കേട്ടോ. യേശു ഇതൊന്നും തെറ്റാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ ഉള്ളതിലല്ല, എക്സ്പെൻസസ് ഉള്ളതിലല്ല, അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കണമെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ടല്ല. ഇതിലല്ല പ്രശ്നം ഇവ ദൈവത്തിന്റെ സ്ഥാനം കൈവശപ്പെടുത്തുകയാണ് എന്ന് വച്ചാൽ അതിന്റെ പ്രോമിനൻസ് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റിയോട്ട് കൊടുക്കുമ്പോൾ ദൈവത്തെ മാറ്റി നമ്മൾ അങ്ങോട്ട് ബേർഡനാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നം. ഒരുപക്ഷെ നമ്മൾ പാടുമായിരിക്കും, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. നല്ല പാട്ടാകട്ടെ ഇതൊക്കെ. പ്രശ്നം ഇവിടെ ദൈവത്തിന്റെ സ്ഥാനം കൈവശപ്പെടുത്തുമ്പോഴാണ്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വേദപുസ്തകം വായിക്കുമായിരുന്ന ഒരു കാലത്ത് കേട്ടോ. പക്ഷെ ഇപ്പോഴോ ഉടനെ നോക്കുന്നത് ഫോണാ കേട്ടോ. ഒരു പ്രാസംഗികൻ ആ വ്യക്തിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു, when we have a problem, do we go to the phone or to the throne? നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം ഫോണിലോട്ടാണോ പോകുന്നത്, അതോ ത്രോണിലോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സിംഹാസനത്തിലോട്ടാണോ നമ്മൾ പോകുന്നത്? ഒരു സമയമുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തതിന്റെ ആദ്യം നമ്മുടെ മനസ്സിലെ ദൈവമായിരുന്നു. എന്തു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്ന ഒരു കാലത്ത്. ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന ഗൂഗിളിലാണ്. ഒരു അസുഖം വന്നാൽ ആദ്യം ഗൂഗിളിലാണ് നോക്കുന്നത്. ഇപ്പൊ ChatGPT-യിലാണ് നോക്കുന്നത്. പിന്നെ പ്രാർത്ഥിക്കാവുന്നേ, കുറച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടട്ടെ. നമ്മുടെ മനസ്സിൽ ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം മറ്റെന്തെങ്കിലും പിടിച്ചെടുക്കുമ്പോഴാണ് ഈ മുള്ളുകൾ ആയി മാറുന്നത്. ഒരു വീട്ടിൽ നല്ല മനോഹരമായ റോസാപ്പൂവിന്റെ ഒരു ചെടിയുണ്ട് കേട്ടോ. നല്ല വളമിട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്തില്ല. എന്തുവെന്നറിയാമോ? കളകൾ പറിച്ചില്ല. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നോക്കിയപ്പം റോസച്ചെടി അല്ലെങ്കിൽ റോസാപ്പൂ എല്ലാം വാടിപ്പോയി തുടങ്ങി. ചുറ്റും കളകൾ മാത്രം. അവിടെ റോസച്ചെടി വാടിപ്പോയതിന്റെ കാരണം വെള്ളം കിട്ടാത്തതുകൊണ്ടല്ല, സൂര്യത്തിന്റെ പ്രകാശം കിട്ടാത്തതിന്റെ അല്ല പ്രശ്നം. കളകൾ അതിന്റെ ആ ഒരു വൈറ്റാലിറ്റി എടുത്തു കളയുകയാണ്. അത് വളരാൻ അനുവദിക്കുന്നില്ല, അത് ഞെരുക്കിക്കളയുകയാണെന്ന് പറയാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കളകൾ, ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പതുക്കെ വരും. ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ, മേലാൽ എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. ഈ വ്യക്തി പാടിയിട്ടുണ്ടോ ഈ പാട്ട്? എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല, മേലാൽ ഒരിക്കലും മേലാൽ എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. ആദ്യത്തിൽ ഈ ചേലകളും ഈ അശുദ്ധമായ കാര്യങ്ങളും ഇത് ചെറുതായി കാണുമായിരിക്കും. പിന്നീട് സമയം മുഴുവൻ അതിനായിരിക്കും ചെലവാക്കുന്നത്, മനസ്സ് മുഴുവനും അതിലായിരിക്കും. അവസാനം വേദപുസ്തകത്തിന് സ്ഥലമില്ല. ഒരു തോട്ടക്കാരൻ ആ പൂന്തോട്ടം നോക്കാൻ ആഴ്ചകളോളം വരാതിരുന്നാൽ എന്ത് സംഭവിക്കും? കളകൾ അവിടെ സ്വയമായിട്ട് വളരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവിടെ റോസാപ്പൂക്കൾ ഉണ്ടല്ലോ, അത് സ്വയം വളരത്തില്ല. അത് പരിപാലിക്കേണ്ടി വരും, വെള്ളമൊഴിക്കേണ്ടി വരും, കാര്യങ്ങൾ നോക്കേണ്ടി വരും. നമ്മുടെ ആത്മീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. പാപവും ലോകചിന്തകളും സ്വയം വളരും. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇൻവിറ്റേഷൻ ഇല്ലാതെ കയറി വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ വേദപുസ്തകം, വചനത്തിൽ വളരാൻ മനഃപൂർവ്വമായി ശ്രദ്ധ വെക്കണം. നമ്മളൊരു എഫേർട്ട് ഇടണം. നമ്മളോട് തന്നെ ചോദിക്കാം, എന്റെ ജീവിതത്തിൽ വചനത്തെ ഞെരുക്കുന്ന മുള്ളുകൾ എന്തൊക്കെയാ?
ഒരുപക്ഷെ വർക്കഹോളിക് ആണോ നമ്മള്? അമിതമായ ജോലി, എല്ലാ ദിവസവും ജോലി ചെയ്യുന്നവരുണ്ട് കേട്ടോ. പണത്തെക്കുറിച്ചുള്ള അമിത ആൻസൈറ്റി ആണോ? ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ആണോ? അതോ എന്റർടൈൻമെന്റ് ആണോ? ഒരു റിലേഷൻഷിപ്പ് ആണോ? അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന സ്വഭാവമാണോ? യേശു പറയുന്നത് വിത്തിന് കുഴപ്പമില്ല കേട്ടോ, പക്ഷെ മുള്ളുകൾ നീക്കേണ്ടി വരും. മുള്ളുകൾ പറിച്ചു മാറ്റിയാൽ മാത്രമേ ചെടി ബ്യൂട്ടിഫുൾ ആയിട്ട് വളരത്തുള്ളൂ, അതിന് ഫലം കായ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റരുത് ഒരിക്കലും. മറിച്ച് ദൈവത്തോട് കൂടുതലാണ് നമ്മളെ അടുപ്പിക്കേണ്ടത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, ഓൾ ദ കെയർസ് ദാറ്റ് വി ഹാവ്, ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഉള്ളതായ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ദൈവത്തിലോട്ട് സമർപ്പിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. 4-ാമത്തെ ഭാഗം, നല്ല നിലം ബ്യൂട്ടിഫുള്ളാ. 8-ാമത്തെ വാക്യത്തിൽ മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ഈ 4-ാമത്തെ നിലത്തെക്കുറിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയ യേശു പറയുന്നത്, വിളഞ്ഞു. ഇതാണ് യേശുവിന്റെ ഹൃദയം, യേശുവിന്റെ ആഗ്രഹം. നമ്മളൊക്കെ ഫലം കായ്ക്കണം. ഈ വ്യക്തി മറ്റുള്ളവരെ പോലെ തന്നെയാണ് വചനം കേട്ടത് കേട്ടോ, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. യേശു പറയുന്നു, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് പോലെ ആകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. 23-ാമത്തെ വാക്യം. ആദ്യം കേൾക്കുന്നുണ്ട് ഇവര്, പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്, അതിനുശേഷം അനുസരിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ വായിക്കട്ടത്. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ഒരു ഫലം കായ്ക്കുന്ന ഒരു ഭാഗമായത്. ഫലം കായ്ക്കുന്ന ഒരു ദിവസം കൊണ്ടല്ല. വിത്ത് വിതച്ച് ഉടനെ തന്നെ അങ്ങോട്ട് ഫലം കായ്ക്കാൻ തുടങ്ങത്തില്ല, സമയമെടുക്കും. ആദ്യം വിത്ത് മണ്ണിനടിയിൽ അങ്ങോട്ട് പോകണം, പിന്നീട് അത് മുളയ്ക്കണം, പിന്നത് വളരണം, സമയമെടുക്കും. പിന്നെ ഫലം കായ്ക്കുന്നത്. ആത്മീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കുമ്പോൾ, ആദ്യം അനുസരിച്ച് ജീവിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കാണാൻ തുടങ്ങും. നമ്മുടെ കോപം കുറയുവാൻ തുടങ്ങും, സ്നേഹം കൂടുവാൻ തുടങ്ങും, ക്ഷമിക്കാൻ നമ്മൾ പഠിക്കും, നമ്മുടെ പ്രോത്സാഹനം വരും, നമ്മൾ അത് ഒരു പ്രാക്ടീസ് ചെയ്യും. പ്രാർത്ഥനയിൽ നമ്മൾ അങ്ങോട്ട് മുന്നേറും. മറ്റുള്ളവർ പോലും പറയും, എന്റെ ദൈവമേ, ഈ വ്യക്തിക്ക് എന്തോ പറ്റി, ഇയാളിൽ ഇത്ര മാറ്റം എങ്ങനെ വന്നു? അതാണ് ഫലം. യേശു ഇത് പറയുന്നത്, ഒരുവൻ 30, ഒരുവൻ 60, ഒരുവൻ 100. എല്ലാവരും ഒരേ അളവിൽ ഫലം കായ്ക്കുന്നില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കണം, എല്ലാവരും ഫലം കായ്ക്കുന്നുണ്ട്. ദൈവം നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല. ദൈവം ചോദിക്കുന്നത് ഇത്ര മാത്രമുള്ളൂ കേട്ടോ, നിന്റെ ജീവിതത്തിൽ ഫലമുണ്ടോ? യാക്കോബിന്റെ ലേഖനത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ യാക്കോബ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? 1-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഈ ഭാഗത്തിൽ യാക്കോബ് ഒരു കണ്ണാടിയുടെ ഉദാഹരണം തരുന്നുണ്ട്. ഒരു കണ്ണാടി, രാവിലെ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ മുഖത്തൊക്കെ ചെറിയ സ്പോട്ട് കാണുമായിരിക്കും, ഒരുപക്ഷെ മുടി ശരിക്ക് ചീകണ്ടി വരുമായിരിക്കും. എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഇങ്ങനെ പറഞ്ഞാലോ, ഞാൻ കണ്ടല്ലോ എന്റെ തലമുടിയൊക്കെ ശരിയല്ല, ഞാൻ കണ്ടല്ലോ എന്റെ മുഖത്ത് ചെറിയ സ്പോട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒന്നും ശരിയാക്കാതെ, ഒരു ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ പുറത്തു പോയാൽ എന്താ പ്രയോജനം? കണ്ണാടി കുറ്റക്കാരനാണോ ഇതില്? അല്ല, കണ്ണാടി കുറ്റക്കാരനല്ല. കണ്ണാടി തന്റെ ജോലി ചെയ്തു, തന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കണ്ണാടിക്ക് അറിയാം. ഇവന്റെ മുഖം ഒന്ന് കാണിക്കണം, എന്തൊക്കെ മാറ്റം വേണമെന്ന് ഇവനെ കാണിച്ചു കൊടുക്കണം. അതാണ് സത്യം. ആ കണ്ണാടി സത്യം കാണിച്ചു. പക്ഷേ മാറ്റേണ്ടത് നമ്മളായിരുന്നു. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. വേദപുസ്തകവും അങ്ങനെ തന്നെയാണ്. വേദപുസ്തകം തുറക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ തെറ്റുകൾ കാണിക്കാനല്ല, മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കാനല്ല,
ആദ്യം നമ്മുടെ ജീവിതമാണ് കാണിക്കുന്നത്. ചിലപ്പോൾ വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയും, മോനെ ഈ നിന്റെ കോപമുണ്ടല്ലോ ഒന്ന് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ നീ ഒരു വ്യക്തിയോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ആ വ്യക്തിയോടൊന്ന് ക്ഷമിക്കണം. ഈ പാപമുണ്ട്, ഇതങ്ങ് ഉപേക്ഷിക്കണം മോനെ. ആ സമയത്ത് നാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? സിമ്പിളാ, നമ്മളെ വചനം അനുസരിക്കണം. ചോദ്യമാണ്, നമ്മുടെ വചനം അനുസരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേദപുസ്തകം അടച്ച് പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകുന്നതാണോ നമ്മുടെ ജീവിതം? ഒരു വ്യക്തി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പരിശോധന ചെയ്തു, ഡയഗ്നോസ് എല്ലാം ചെയ്തു, ഒരു മരുന്ന് എഴുതി കൊടുത്തു, ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മൾ വീട്ടിൽ പോവാ, ആ വ്യക്തി വീട്ടിൽ പോയി പ്രിസ്ക്രിപ്ഷൻ ദിവസവും നോക്കുന്നുണ്ട് കേട്ടോ. ആ പ്രിസ്ക്രിപ്ഷൻ കാണാപ്പാടം അറിയാം, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്നേഹിതന്മാരെ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്റെ പ്രിസ്ക്രിപ്ഷനാ. പക്ഷെ മരുന്ന് ഒരിക്കലും കഴിക്കുന്നില്ല വ്യക്തി. ഞാൻ ചോദിക്കട്ടെ, എങ്ങനാ രോഗം മാറുന്നത്? രോഗം മാറുമോ? ഇല്ല. എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഇതുപോലെ തന്നെയാണ്. വേദപുസ്തകം ഷെൽഫിൽ വെച്ചാൽ പോരാ, വേദപുസ്തകം വായിച്ചാലും പോരാ, നമ്മളത് കഴിക്കണം. മരുന്ന് കഴിക്കുന്ന പോലെയാണ് വേദപുസ്തകം വായിച്ച് അനുസരിക്കുന്നത്. മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ വായിച്ചാൽ രോഗം മാറില്ല എന്ന് പറഞ്ഞ പോലെ വേദപുസ്തകം വായിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ വേദപുസ്തകം വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വ്യത്യാസം. കഴിച്ചാലാണ് മാറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഭാഗത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ട് അതിനെ പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. യേശു പറഞ്ഞില്ല കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. യേശു പറഞ്ഞു കേട്ട് പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഇന്ന് നാം വളരെ അധികം പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ യേശു ചോദിക്കുന്നത്, നീ കേട്ടതിൽ എത്രയാണ് ജീവിതത്തിൽ പ്രയോഗിച്ചത്? എത്ര കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയത്? ഒരു പഴയ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, ട്രസ്റ്റ് ആൻഡ് ഒബേ ഫോർ there is no other way. To be happy in Jesus is to trust and obey. ട്രസ്റ്റ് മാത്രം പോരാ, ഒബേ, ഒബീഡിയൻസ് കൂടെ വേണം. വിശ്വാസവും അനുസരണവും ഒരുമിച്ചാണ് നടക്കേണ്ടത്. കേൾക്കുന്നതും ചെയ്യുന്നതും ഒരുമിച്ചാണ് നടക്കേണ്ടത്. മത്തായി സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണുവാൻ സാധിക്കും 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കിയേ, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവൃത്തി വരുന്നു. അവരുടെ ഹൃദയം തടിച്ചു പോയെന്ന് ഇവിടെ പറയുന്നത്. വണ്ണം വെച്ചെന്നേ, കുറെ ഫുഡ് കഴിച്ച വണ്ണം വെക്കും, ജങ്ക് ഫുഡായത്. അവരുടെ ഹൃദയം തടിച്ചുപോയി. കേട്ടിട്ടും അവർ ഗ്രഹിക്കുന്നില്ല. അതാണ് പ്രശ്നം. അവർക്ക് ചെവിയില്ലെന്നുള്ള പ്രശ്നമല്ല കേട്ടോ, ചെവിയുണ്ട്, അവർ കേൾക്കുന്നില്ല. ചെവിയുണ്ട്, കേൾക്കുന്നില്ല. യേശു പറഞ്ഞത് ഹൃദയം തടിച്ചുപോയി. അതാണ് യാഥാർത്ഥ പ്രശ്നം. നമ്മുടെ ചെവിയിലൂടെ വചനം അകത്തു വരുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് വചനം ഉള്ളിലോട്ട് പോകാത്തത്. പിന്നെ യേശു വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ഒരു തിരിച്ചു വായിച്ചാൽ, അവർ തിരിഞ്ഞാൽ ഞാൻ അവരെ സൗഖ്യമാക്കും. അവർ തിരിഞ്ഞാൽ, തിരിച്ചു വന്നാൽ, അവരെ അനുസരിച്ചാൽ ഞാൻ അവരെ സൗഖ്യമാക്കും. ഇതെന്തൊരു ബ്യൂട്ടിഫുൾ വാക്യമാണ്. ദൈവത്തിന്റെ ആഗ്രഹമുണ്ടല്ലോ, ശിക്ഷിക്കാനല്ല, സൗഖ്യമാക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. നശിപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പക്ഷെ നാം എല്ലാം തിരിയണം. അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കണമെങ്കിൽ ദൈവത്തോട് തിരിയണം, ദൈവത്തിലോട്ട് തിരിയണം. ഈ പ്രസംഗം കേട്ട ശേഷം നമ്മൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കണോ അതോ നമ്മളെ കുറിച്ചാണോ ചിന്തിക്കേണ്ടത്? ഞാൻ ഏത് നിലത്താ ഇപ്പം? ഏത് നിലമാണ് ഞാനിപ്പോൾ? ഏത് നിലത്തിലാണ് ഞാനിപ്പോൾ? വഴിയരികിലാണോ ഞാനിപ്പം? ആ ഹൃദയത്തിലാണോ? അല്ലെങ്കിൽ പാറയുള്ള നിലയിലാണോ? മുള്ള് ഉള്ള നിലയിലാണോ? അല്ലെങ്കിൽ നിലത്തിലാണോ? അല്ലെങ്കിൽ നല്ല നിലത്തിലാണോ?
ഒരു പ്രസംഗം കേട്ടാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞ് മറ്റൊരാളെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കുറച്ചുകൂടെ ഞാൻ മറ്റൊരാളെ ഒന്ന് ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കുറച്ചുകൂടി ഞാനൊന്നിച്ചിരി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ സഹപ്രവർത്തകർ, അവർ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഫലം അവർക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? കാരണം സഭയിലിരുന്ന് ആമേൻ പറയുന്നത് എളുപ്പമാകട്ടോ, പക്ഷെ വീട്ടിലെ യേശുവിനെ പോലെ ജീവിക്കുന്നതാ യഥാർത്ഥ വെല്ലുവിളി. പാടാൻ ഈസിയാകട്ടോ, യേശുവെ പോലെയാകുവാൻ നല്ലതാകട്ടോ, പക്ഷേ യാഥാർത്ഥ വെല്ലുവിളി യേശുവിനെ പോലെ ജീവിക്കുവാനാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് യേശു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ എത്ര പ്രസംഗം കേട്ടു എന്നല്ല, കേട്ട പ്രസംഗങ്ങളിൽ എത്രയാണ് നീ അനുസരിച്ചത്? ദൈവമേ, ഞാൻ വചനം കേൾക്കുന്നവനായി മാത്രമല്ല ജീവിക്കേണ്ടത്, ഞാൻ അത് ചെയ്യുന്നവനായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ 30, 60, 100 മേനി കർത്താവെ ഫലം കായ്ക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.